എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. നമുക്കിന്ന് കപിലോപദേശം എന്ന 15-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകം നോക്കാം. പ്രകൃതിഗത ഗുണൗഘൈർനാജ്യതേ പൂരുഷോയം യദി തു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ മദനുഭജത തത്വാലോചനൈ സാപ്യപേയാത് കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഗാദീ. പ്രകൃതിഗത ഗുണൗഘൈർനാജ്യതേ പൂരുഷോയം യദി തു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ മദനുഭജന തത്വാലോചനൈ സാപ്യപേയാത് കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഗാദീ. അയം പുരുഷഃ പ്രകൃതിഗത ഗുണൗഘൈഃ ന അജ്യതേ തസ്യാം യദി തു സജതി തദ്ഗുണാഃ തം ഭജേരൻ മദനു ഭജന തത്വാലോചനൈഃ സ അപി അപേയാത് ഇതി കപിലതനുഃ ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. നമുക്ക് നോക്കാം. ഇവിടെ ഈ പുരുഷന് പ്രകൃതി ഗുണങ്ങളിൽ ആസക്തി സംസാരബന്ധത്തിനും വിരക്തി മോക്ഷത്തിനും, കാരണം വിരക്തി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന സംസാര ബന്ധങ്ങളോടുള്ള വിരക്തി മോക്ഷത്തിനും കാരണമാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഭഗവത് ഭക്തി കൊണ്ടേ വിരക്തി വരികയുള്ളൂ എന്നും ശ്രീ മേൽപ്പത്തൂർ പറയുന്നു. നമുക്ക് നോക്കാം ഇനി. അയം പുരുഷഃ എന്ന് പറഞ്ഞാൽ ആ പുരുഷൻ. ഈ പ്രകൃതിയുടെയും പുരുഷൻ്റെയും കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ആ പ്രകൃതി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്കറിയാം, സാത്വികം രാജസം താമസം എന്നീ 3 ഗുണങ്ങളുള്ള ആ മൂലപ്രകൃതി, അതിൻ്റെ പരിണാമമാണ് ലോകം മുഴുവനും എന്ന് നമ്മൾ 2-ാമത്തെ ശ്ലോകത്തിൽ കണ്ടു. ഇനി ആ പ്രകൃതി ഗണൗഘൈ, ആ പ്രകൃതിഗത ഗുണൗഘൈ എന്ന് പറഞ്ഞിരിക്കുന്ന അജ്യത, ആ പ്രകൃതിയുടെ ഗുണങ്ങൾ എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് മനോധർമ്മമുണ്ട്, ശരീരധർമ്മമുണ്ട്, പ്രാണധർമ്മമുണ്ട്. ശരീരധർമ്മം എന്ന് പറയുന്നത് ജനനം മരണം. ഇനി മനോധർമ്മം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ശോകം മോഹം. ശോകം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാതെ ഓരോ ചിന്തകൾ വരും, അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കും. മോഹം എന്ന് പറയും എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എന്തിനോടെങ്കിലുമൊക്കെയുള്ള ഭ്രമം. അങ്ങനെ പ്രാണധർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന വിശപ്പും ദാഹവുമാണ്. അങ്ങനെ ഈ ധർമ്മങ്ങൾ, ഇതിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 3 ധർമ്മങ്ങളിലൂടെയാണ് ബന്ധപ്പെടുന്നത്. ആ പ്രകൃതിയിലുള്ള ഇങ്ങനെയുള്ള ഒരു വിഷയവുമായിട്ടും പുരുഷൻ ബന്ധപ്പെടുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അയം പുരുഷഃ, ആ പുരുഷനിൽ, അതായത് ജീവാത്മാവിനെയാണ് ഇവിടെ പുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പ്രകൃതിഗണ ഗുണൗഘൈഃ അജ്യതേ, പ്രകൃതിയുടെ ഈ ജനന മരണ ഗുണങ്ങളിൽ സുഖ ദുഃഖ ഇങ്ങനെയുള്ള ധർമ്മങ്ങളിലൊന്നും പുരുഷൻ ഇടുകിപ്പിടിക്കുന്നില്ല, സ്പർശിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ ഭക്തിയോഗത്തിലൂടെ ആത്മതത്വം നമ്മൾ അറിയണം. ആത്മാവ് മാത്രമാണ് സത്യം, അതിൽ നിന്ന് അന്യമായതെല്ലാം വെറും തോന്നലാണ്, എല്ലാം പരബ്രഹ്മ സ്വരൂപമാകുന്നു എന്നാണ് പറയുന്നത്. ഈ പുരുഷന് ഈ ഗുണങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. നമ്മുടെ ഈ ശരീരധർമ്മങ്ങളുമായിട്ടോ അല്ലെങ്കിൽ മറ്റു ഗുണങ്ങളുമായിട്ടോ ഒന്നും ഒരു ബന്ധവുമില്ല. യദിതു സജതി തസ്യാഹ, ഈ ജീവാത്മാവ് ഈ ധർമ്മങ്ങളുമായി ബന്ധപ്പെട്ടാൽ ശരീരം എൻ്റെയാണ് എന്നുള്ള തോന്നൽ, അതിനോടനുബന്ധിച്ചുള്ള ഗുണങ്ങളെല്ലാം ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അതെല്ലാം നമ്മുടെ സ്വന്തമാണെന്നുള്ള തോന്നൽ, ആസക്തി ഉണ്ടായാൽ അതിൻ്റെ ഗുണങ്ങൾ നമ്മെ ബാധിക്കും. അതായത് ആ ജീവാത്മാവിനെ ബാധിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇമോഷൻസൊക്കെ ഉണ്ടാവും അന്നേരം അല്ലേ. തദ്ഗുണാഹ തം ഭജേരൻ, അതുകൊണ്ട് ആ ഗുണങ്ങൾ നമ്മെ ആശ്രയിക്കുന്നു. ഇനി മദനു ഭജന തത്വാലോചനൈഹി, അതിന് മദനു തത്വാലോചനൈഹി, ഇനി ആ തത്വത്തെ അറിയണം എങ്കിൽ ദിവസവും നമ്മൾ ഭഗവാനെ വിചാരിക്കണം, എപ്പോഴും നാമം ജപിക്കണം. എന്നെ നിരന്തരം ഭജിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭജന തത്വാലോചനൈഹി, പറ്റുമെങ്കിൽ എപ്പോഴും നാമം ജപിക്കാം. നമുക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നാമം ജപിക്കാം, എന്ത് ചെയ്യുമ്പോഴും നാമം ജപിക്കാം അല്ലേ. തത്വാലോചനൈഹി എന്ന് പറഞ്ഞാൽ ആ ആത്മതത്വത്തെക്കുറിച്ച് ആലോചിക്കണം, പരബ്രഹ്മസ്വരൂപത്തെക്കുറിച്ച് ആലോചിക്കണം. ഇവിടെ കപില വാസുദേവനായി അവതരിച്ചിരിക്കുന്ന ആ ഭഗവാനെക്കുറിച്ച് ആലോചിക്കാനാണ് ഭഗവാൻ പറയുന്നത്. സാപ്യപേയാത്, സാപ്യപേയാത് സ അപി അപേയാത്, അതായത് ആ മായ എന്നുദ്ദേശിക്കുന്ന പ്രകൃതിയാണ്, മൂലപ്രകൃതിയാണ്. അജ്ഞാനം എന്നതിനെ ചിലർ വിളിക്കും, അവിദ്യ എന്നതിനെ ചിലർ വിളിക്കും. ഇങ്ങനെ നമ്മൾ ആത്മതത്വത്തെക്കുറിച്ച് അറിയാൻ തുടങ്ങുമ്പോൾ
മായ നമ്മളെ വിട്ടുപോകുന്നു, ഒഴിഞ്ഞു പോകുന്നു. അതായത് നമ്മളെ ബന്ധിക്കുന്നില്ല, അത് വെറും തോന്നലാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. കപില തനുരിതിത്വം ദേവഹൂതിയൈ ന്യഗാദീഹി. ഇപ്രകാരം കപിലമൂർത്തിയായ നിന്തിരുവടി അമ്മയോട് അരുളി ചെയ്തു. അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശമല്ലേ ഇത്. ആ രണ്ടാമത്തെ ശ്ലോകത്തിൽ കണ്ടു നമ്മൾ മഹത്വത്വം, അഹങ്കാരം, 5 തന്മാത്രകൾ, 5 മഹാഭൂതങ്ങൾ, അന്ധക്കരണം, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, ഇവയെല്ലാം പ്രകൃതി തത്വങ്ങളാണെന്ന് നമ്മൾ അറിഞ്ഞു. ഇനി ഇതിൻ്റെ പുറമേ ഉള്ള 25ാമത്തെ തത്വം ആണ് പുരുഷൻ അല്ലേ. ആ പുരുഷൻ എന്ന തത്വം എന്ത് ചെയ്തു? പ്രകൃതിയെ വിട്ടൊഴിഞ്ഞു പോയി. ഇത് വേറെയാണ്, അതുമായിട്ട് ബന്ധമില്ല. ഇനി ഈ പുരുഷന് ആ പ്രകൃതിക്കുള്ള സത്വരജസ് തമോ ഗുണങ്ങളോടോ ഈ ജനന മരണങ്ങളോടോ ഈ സുഖദുഃഖാദികളോടോ ഒന്നും ഒരു ബന്ധവുമില്ല. ഇങ്ങനെയുള്ള ഇതെല്ലാം ശരീരധർമ്മങ്ങളാണ്, ശരീരത്തിനെ ബാധിക്കുന്നതാണ്, അതായത് ജീവാത്മാവിനെ ബാധിക്കുന്നില്ല എന്നർത്ഥം. ഈ പ്രകൃതിയിൽ ആസക്തി ഉണ്ടായാൽ ഈ ഭ്രമം മൂലം പ്രകൃതി ധർമ്മങ്ങൾ, പ്രകൃതി അതെല്ലാം തൻ്റെ തന്നെ ധർമ്മങ്ങളാണെന്ന തോന്നൽ ഈ പുരുഷനുണ്ടാകും, അതായത് ജീവാത്മാവിനുണ്ടാകും. പ്രകൃതി തത്വങ്ങളിൽ നിന്നും വേറിട്ടവനാണ് പുരുഷൻ എന്ന തത്വം. ആ വിവേകം ഉണ്ടാകുമ്പോഴും നമ്മൾ ഈശ്വരഭജനം കൊണ്ടും അതായത് പ്രകൃതി തത്വങ്ങളിൽ നിന്നും വേറിട്ടവനാണ് പുരുഷൻ എന്ന വിവേകം നമുക്കുണ്ടാകുമ്പോഴും ഈശ്വരഭജനം കൊണ്ടും ആ മായ പുരുഷനെ, ആ മൂലപ്രകൃതി പുരുഷനെ വിട്ടൊഴിഞ്ഞു മാറുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഈ മൂലപ്രകൃതി എന്ന് പറയുന്നത് ആ 24 തത്വങ്ങളാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, അന്ധക്കരണം, മഹത്തത്വം, അഹങ്കാരം, അങ്ങനെ എല്ലാം ആ 24 തത്വങ്ങളെയാണ് പ്രകൃതി എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇനി പുരുഷൻ പ്രകൃതിയോട് ആസക്തി കാണിച്ചാൽ പ്രകൃതി തിരിച്ചും ആസക്തി കാണിക്കും, അങ്ങനെയാണ്. ഇല്ലെങ്കിൽ പുരുഷന് ഈശ്വരനോട് മാത്രമേ ആസക്തി ഉണ്ടാകൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ വിട്ടൊഴിഞ്ഞു പോകുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി ഇവിടെയാണ്. ആ പരസ്പര ആസക്തി ഉണ്ടായാൽ പുരുഷൻ പ്രകൃതിയോട് ആസക്തി കാണിച്ചാൽ പ്രകൃതി തിരിച്ചും ആസക്തി കാണിക്കും. ഇല്ലെങ്കിൽ പുരുഷന് ഈശ്വരനോട് മാത്രമേ ആസക്തി ഉണ്ടാവുകയുള്ളൂ. അത് മുക്തിക്ക് കാരണമാണ്, പ്രകൃതിയുമായുള്ള ബന്ധം വിടും എന്ന് അർത്ഥം. ഇത്രയുമാണ് 3ാമത്തെ ശ്ലോകത്തിൻ്റെ സാരാംശം. ഇനി നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിലൂടെ നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം ആശംസിക്കുന്നു.